രണ്ട് രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാം. എല്ലാവരെയും അങ്ങ് വെറുപ്പിക്കാം. നമുക്ക് എല്ലാവരും നമ്മളെ വെറുത്ത് കഴിയുമ്പോൾ സമൂഹം നമ്മളുടെ അടുത്തൊരു സഹാനുഭൂതി കാണിക്കും. ആ സഹാനുഭൂതി നമുക്ക് അനുകൂലമായ വോട്ടായി മാറും. ആ വോട്ടിലൂടെ നമുക്ക് ജയിക്കാം. അതേസമയം നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാം. ഇപ്പം ഞാനൊക്കെ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി, ഞാൻ ആരോട് വഴക്കുണ്ടാക്കിയാലും എനിക്ക് ആരോടും ഒരു പകയില്ല. കുറഞ്ഞ പക്ഷം സമൂഹം എന്താണെന്നും കുടുംബം എന്താണെന്നും പൊതുബോധം എന്താണെന്നും അറിയാവുന്ന കുറച്ച് പേരകത്ത് കയറി ചെന്നിട്ട് ശരി തെറ്റുകളെ കുറിച്ചിട്ടുള്ളൊരു ശക്തമായ ചർച്ച അവിടെ നടത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന് ശേഷിയുള്ള ആരുണ്ടോ അവർ ബെസ്റ്റാണ്. അവർക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല, ഞങ്ങൾ കക്കൂസി കയറിയിട്ട് ഫ്ലഷ് അടിക്കാതെ തിരിച്ചു വന്നു, ഇങ്ങനെയുള്ള തീട്ടക്കേസും പറഞ്ഞ് അടിയുണ്ടാക്കിയിട്ട് സമൂഹത്തിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇവനെ മാധവ് സുരേഷിനെ ഉള്ളു. അതൊരു പ്രശ്നമില്ല. അവന് വരുന്നിടത്ത് വെച്ച് കാണാൻ ഒരു ആറ്റിറ്റ്യൂഡ്. മാധവ് സുരേഷ് ബിഗ് ബോസിനെ പറ്റിയൊരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു. ഏത് രാഷ്ട്രീയക്കാരനെ ബിഗ് ബോസ് വിട്ടാലും അവൻ അയാളവിടെ സർവൈവ് ചെയ്യും. അതിപ്പോ ആരെ വിട്ടാലും അവർ സർവൈവ് ചെയ്യും. ഞാൻ പോലും ഒരു രാഷ്ട്രീയക്കാരൻ കൂടി ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. ഏറ്റവും വലിയ സിംഗിൾ പേയ്മെന്റ് EMI എത്രയായിരിക്കും? സിംഗിൾ പേയ്മെന്റ് EMI 55,000 രൂപ ആണ്. മൊത്തത്തിൽ അടയ്ക്കുന്ന EMI രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു മാസം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ 2.5 കോടി വേണമല്ലേ? ചെലവ് കൂടുതൽ. തമാശയാണെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ മന്ത്ലി ചിലവ് കൂടുതലാണ്. 3 to 3.5 lakhs ഒരു മന്ത്ലി എങ്ങനായിരുന്നു.